പുതിയൊരു വീഡിയോയിലേക്ക് വർക്കും സ്വാഗതം. ഇന്ന് ഒരു ബോട്ട് യാത്രയാണ്. ഫ്രണ്ട്സും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് നമുക്കൊരു ബോട്ട് യാത്ര ഇന്ന് നടത്തിയാലോ. നമ്മൾ മീനിൽ ബോട്ട് സർവീസിലേക്ക് പോകണം. അബുദാബിയിലെ മീന ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്തുനിന്ന് ബോട്ട് സർവീസാണ്. നമ്മൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് കടലിലൂടെ കുറച്ച് നേരം ഉല്ലസിക്കണം അല്ലെങ്കിൽ ഒന്ന് ചുറ്റിക്കറങ്ങണമെന്ന് വിചാരിച്ചാൽ ആഗ്രഹിച്ചാൽ 200 ദിർഹംസ് പെർ ഹവറിന് ഇവിടെ സംവിധാനമുണ്ട്. കുറേ ബോട്ടുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അതിൽ നിന്ന് കുറഞ്ഞിട്ടും ചിലപ്പോൾ റേറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഏതായാലും ഞങ്ങളൊരു റൈറ്റാക്കി 2 മണിക്കൂറേക്കൊന്ന് കടലിലൂടെ ഒന്ന് ചുറ്റാൻ വേണ്ടിയിട്ട് തയ്യാറായി. കുട്ടികളൊക്കെ അതിൽ നിന്ന് നല്ലൊരു ത്രില്ലിലുള്ളത്. നമ്മുടെ അത് റിവേഴ്സ് ഗിയറിലിട്ടു. ഓക്കെ, നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ? കോഴിക്കോട് പയ്യോളി. പി ടി ഉഷൻ്റെ നാട്. കരയോട് ഏറിയ നേരം മുത്തമിട്ട് നിന്ന ഞങ്ങളുടെ ബോട്ട് കരയോട് വിട പറഞ്ഞ് കടലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സ്പീഡൊന്നും ആയിട്ടില്ല, സ്പീഡ് കൂടി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കിട്ടണ്ടേ? ഇവർക്ക് ബിസിനസ് ആയിക്കോട്ടെ, നമുക്ക് നിങ്ങൾക്ക് ഫോണായിട്ട് കാണും. കടന്നു തോന്നിട്ട് മരുക്കാലം കൊണ്ടത് കുന്ന് മണ്ണെല്ലാം ഉണ്ടാക്കിയതാണ്. അബുദാബി കോർണിഷ് എന്നത് 8-9 കിലോമീറ്റർ ദൂരമുണ്ട്. പലപ്പോഴും നടന്നിട്ടും അതുപോലെ സൈക്കിളിലോ അല്ലെങ്കിൽ വാഹനത്തിലോ ഒക്കെ ആയിരുന്നു ഈ കോർണിഷിൻ്റെ തീരത്തൂടെ പോയിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് കടലിൽ നിന്നുകൊണ്ട് കടലിലൂടെ ഒരു യാത്ര ചെയ്തുകൊണ്ട് കോർണിഷിനെ ഒന്ന് ആസ്വദിക്കുന്നത്.
നമ്മൾ ചെറിയ ഒന്ന് ചൂണ്ടയിട്ട് വെള്ളം മീനോ വല്ലതും കിട്ടുമോ നോക്കേണ്ട പരിപാടിയാണ്. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് റെഡിയാക്കി വെച്ചു. ഓക്കെ, മീൻ പിടിക്കാൻ വേണ്ടിയുള്ള ചെമ്മീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് കാണിച്ചോട്ടെ. അയ്യോ, മോള് ഇരിക്കുമ്പോളോ അത് എൻജിൻ ഓഫ് ആക്കിയിട്ടിട്ട് ആ തിരയിൽ ഇങ്ങനെ ആടി കളിക്കുക. സൈഡ് ഏതായാലും ഒരുങ്ങിയിട്ടുണ്ട്. സൈഡ് ഏതായാലും കൊടു എനിക്കിതിൽ എക്സ്പെർട്ട് അല്ല, ജലീലാണ് എക്സ്പെർട്ട്. ഇതിൽ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ ജലീൽ. അഭിപ്രായം അനുഭവം പറ. കടലിൽ വന്നിട്ട് മീൻ പിടിച്ച ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കരക്കൊന്നും ഒരുപാട് പിടിച്ചിട്ടുണ്ട്. നമ്മളെ ബാഹ്യപ്പോക്കുണ്ട്, നമ്മള് അബുദാബി ഐലൻഡ് അവിടെ പോയിട്ട് പിടിക്കലുണ്ട്. ഇവിടെ വന്നിട്ടില്ല. നമ്മള് പിന്നെ അത് കരയിൽ വന്നിട്ട് പിടിച്ചിട്ടില്ല. ശരിയല്ലോ, നാട്ടിൽ നിന്ന് റെയിൽ പാലത്തിന്റെ കാലുവരെ ഇറങ്ങി വെക്കും. അവിടുന്ന് പിടിക്കും പുഴയിൽ. ഇത് ഇയാള് പരിശീലനത്തിലാണ്, പഠിച്ചോണ്ടിരിക്കുക എങ്ങനെ ചൂണ്ടയിടാം. മോനു ശ്രദ്ധിക്കണം. അങ്ങോട്ട് തിരിച്ചോ? ഇല്ല, തിരിച്ചു നമുക്ക് അവിടുത്തെ കോസ്റ്റാണ് പോയിട്ട് അവരേക്ക് നിങ്ങൾ അതിലെ വന്ന് വെച്ചാൽ അതിലെ തിരിച്ചു കൊടുക്കണം. അതിലേ പോകുന്ന വഴിയുണ്ട്, ഇതിലേ വരുന്ന വഴിയുണ്ട്. ഏതിലേ പോകുമ്പോ അത് വഴിക്ക് വരാം. തിരിച്ചും വിടൂല, വന്ന വഴിക്ക് വന്ന വഴിക്ക് തിരിച്ചോളൂ. സമയം 7 മണിയായി കേട്ടോ. തിരിച്ച് മീനിലേക്ക് തന്നെ പോവാണ്. മീനൊന്നും കിട്ടാത്തതിന്റെ നിരാശയിലാണ് എല്ലാവരും ഉള്ളത്. കുറച്ച് ചെമ്മീനൊക്കെ വാങ്ങിയിട്ട് ചെമ്മീനെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ട് വെറുതെ ആയി. ചൂടായോണ്ട് മീനൊക്കെ കടലിലേക്ക് വലിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. വീണ്ടും തിരിച്ചു പോവാണ്. എൻ്റെ പിന്നിലുള്ള ബിൽഡിംഗ് കണ്ടില്ലേ, അത് ഫയർമൗണ്ട് മറീന ഹോട്ടലാണ്. 5 സ്റ്റാർ ഹോട്ടലാണ്. 39 നിലകളുള്ള വലിയൊരു ഹോട്ടലാണ്. 161 മീറ്റർ 528 ഫീറ്റ് ഉയരമുണ്ട്.
ബോട്ട് സവാരി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മീന തീരത്തിന് തിരിച്ചെത്തി. എല്ലാവർക്കും നല്ലൊരു യാത്ര ഇഷ്ടപ്പെട്ടു. വരുമ്പോൾ നല്ല സ്പീഡിലായിരുന്നു ബോട്ട് വന്നിരുന്നത്. ഞങ്ങൾ പോകുമ്പോൾ ഉണ്ടായതിനേക്കാളും നല്ലൊരു സ്പീഡിലായിരുന്നു തിരിച്ചു വരുമ്പോൾ. എല്ലാവരും നന്നായി ആസ്വദിച്ചു അത്. കടൽ സവാരി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കരക്കെത്തിയതിന് ശേഷം നമ്മൾ കണ്ടത് നല്ല ഫ്രഷ് മീൻ ലേലം വിളിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് മീനും കുറച്ച് വാങ്ങിച്ചായിരുന്നു. നല്ല ഫ്രഷ് സാധനമാണ് ഇവിടെ കിട്ടുന്നത്. ഇത് രാവിലെ ഉണ്ടാകാറുണ്ട്, അതുപോലെ തന്നെ വൈകിട്ട് 6, 7 മണി 8 മണി ആ സമയത്തും ഉണ്ടാകാറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.